ഹായ്, നമുക്കിന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദിവസം കൂടാൻ വേണ്ടി പോയാലോ? അതെ, ഒരു ബർത്ത്ഡേ ഗേളിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തലശ്ശേരിക്ക് പോവാം നമ്മൾ, അതും ട്രെയിനിന്. അപ്പം ഞാൻ വെസ്റ്റിൽ നിന്ന് ഒരു 6:30 ആയപ്പോൾ ട്രെയിനിന് കയറി. തലശ്ശേരിക്കുള്ള ടിക്കറ്റ് എടുത്ത് ട്രെയിനിന് കയറി. ഇവിടെ നിന്നൊരു 6:30 ട്രെയിൻ കയറിയിട്ട് തലശ്ശേരി എത്തുന്നതൊരു 7-7:30 ആ ഒരു ടൈം ആയപ്പോഴാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇവിടുന്ന് കയറിയപ്പോഴൊന്നും മഴ പെയ്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഷോഫൊക്കെ കാണിച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് വരുന്ന ട്രെയിനും ഇവിടുന്ന് വരുന്ന ട്രെയിനൊക്കെ കാത്തിരുന്നു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് എനിക്ക് ട്രെയിൻ മിസ്സാവും എന്നാണ്. കാരണം 6:20 ട്രെയിൻ. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പം തന്നെ 6:25. അപ്പം ഞാൻ വിചാരിച്ചു ട്രെയിൻ മിസ്സാവുമെന്ന്. പക്ഷേ മിസ്സായിട്ടില്ല, ഡിലേ ആയിരുന്നു. ഈ വരുന്ന ട്രെയിനിലാണ് ഞാൻ പോയത്. നല്ല തിരക്കായതുകൊണ്ട് സീറ്റൊന്നും കിട്ടിയില്ല. ഏകദേശം ഒരു 4-5 സ്റ്റോപ്പ് വരെ സീറ്റൊന്നും കിട്ടിയില്ല. അതിനുശേഷം സീറ്റൊക്കെ കിട്ടി, ഇരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം ധൈര്യമൊക്കെ സംഭരിച്ചെന്നാണോ ധൈര്യമൊക്കെ ആക്കി ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ചക്കുവിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 7-7:30 ആയപ്പോഴത്തേക്കിനും ഞാൻ തലശ്ശേരി വന്നിറങ്ങി. ഇപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് പോകണം. സ്റ്റേഷനാണോ പറയുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് എന്തായാലും അപ്പുറത്തേക്ക് പോകണം. അങ്ങനെ ഞാൻ അതുവഴി നടന്ന് നീങ്ങി അപ്പുറത്തേക്ക് ചെന്നു. അപ്പോൾ എനിക്ക് മുന്നേ എന്നെ കാത്തു വന്ന് നിൽക്കുന്ന ചക്കു ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. സോ ഗൈസ്, നമ്മൾ ചക്കുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേ ഗേൾ എത്ര വയസ്സാവും അറിയില്ല, അറിയണ്ടാലും പറ. 24. വേറൊരാളുണ്ട് ഇവിടെ. ഷോയ് 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 നോക്ക് സോയ്. ഹായ് വര, ഹായ് ഹായ് ചോടാ, ഹായ് ഹായ്. അച്ഛനാ തുമ്മിയോ പനിയാ? സോ ഗൈസ്, നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ഫോൺ എവിടെയും വയ്ക്കണേ, ഇവിടേക്ക്. സോ ഞാന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കുന്ന റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നില്ല, കുറച്ച് ചെയ്യട്ടെ. ആള് ബിസിയാണ്, വർക്കിന്റെ ബിസിയിലാണ്. അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോ കൊടുക്കാം. ചോദിച്ചു നോക്കാം, എക്സ്പെക്ട് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും ഫ്രെയിം ആണെന്ന് മനസ്സിലായേ. ഇതിലെന്തായിരിക്കൂ? ഫോട്ടോ അല്ലാതെ ഞാൻ ഫ്രെയിം ചെയ്തുകൊണ്ട് എന്ത് ഫ്രെയിം ചെയ്തുകൊണ്ടുവരും? ഞാൻ ഇനിയുള്ള ഏതേലും ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടോ? എന്ന് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുണ്ട്. എടുത്തില്ല? ഇല്ല. നിന്റെയിലുണ്ട്? എന്നോടോ ഞങ്ങള് ഭയങ്കര കമ്പനിയാ, പക്ഷെ ഇതുവരെ എന്റെ കയ്യിൽ ഞങ്ങൾ തമ്മിലുള്ളൊരു ഫോട്ടോ ഇല്ല. എന്റെ കയ്യിൽ അവളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്ന് സരോവരം പോയപ്പോഴുള്ള അന്ന് എനിക്ക് നല്ല ഫോണൊന്നും ഇല്ലായിരുന്നു. അവളുടെ കയ്യിലായിരുന്നു റിച്ച് ഫോണൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവളാണ് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തത്. സോ എന്റെ കയ്യിൽ അന്ന് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല, എന്തോ അറിയില്ല. നിനക്ക് അയച്ചതിനാന്ന് തോന്നുന്നു. സോ ഇത് കണ്ടോ, ഇതെന്താ കേക്കാ? അരിയുണ്ട ഉണ്ടാക്കിയതാണ് അച്ചമ്മ. ഞാൻ വരുന്നെന്ന് അറിഞ്ഞിട്ട് അല്ല, സോറി, അമ്മമ്മ. ഞാൻ കുറച്ച് ഒച്ചത്തിൽ പറയാം, അല്ലെങ്കിൽ എന്റെ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് എനിക്ക് ഒച്ചയിലാന്ന്. എന്റെ ശരിക്കുള്ള ഒച്ച അല്ലല്ല അങ്ങനെ പാക്കണ്ട. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പൊതുവിന് കുറച്ച് സൗണ്ട് കുറച്ചാ പറയുന്നത്. നേരിട്ട് നിങ്ങൾ എന്നെ കാണുമ്പോ അതങ്ങ് മാറിക്കിട്ടും. ഗൈസ്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ അമ്മമ്മ അരിയുണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഫ്രഷ് അരിയുണ്ട, ചൂടില്ല. പിന്നെ ഷുഗർ കട്ടാണ്. സൂപ്പർ ഫോട്ടോ ഉണ്ട് കേട്ടോ ഓൺലൈനിൽ. ഫോട്ടോ കാണിച്ചോട്ടോ എന്റെ പ്രേക്ഷകർക്ക്. കൊറേ ഉണ്ട്. ഇതൊന്നും അല്ല ഉണ്ട്.
പക്ഷെ ഇതൊന്നും അല്ലേ, നോക്ക് എന്റെ തടി നോക്ക്. ഞാൻ തടി പറഞ്ഞില്ലേ ചക്കു? കുറഞ്ഞു തടി കുറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ ഈ വ്ളോഗ് കാണട്ടെ. പറ. അതൊന്നും അല്ല, ആ ഫോട്ടോസ് ഒന്നും അല്ല. അല്ല, ഇത് ഫ്രെയിമിലല്ല. നീ നിന്റെ കയ്യിനെ കൊണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് വരയ്ക്കാനായിട്ട് എന്താ അറിയോ, ഞാൻ വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ റൂമിലെ കുട്ടി പറഞ്ഞു അവള് വരയ്ക്കുന്ന കുട്ടിയാ. അപ്പൊ അവള് പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് കൈ കൊണ്ട് ഒരാളെ വരച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ വരച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ അടുത്തുനിന്ന് പോകുന്നു. അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്ത്. അല്ലെങ്കിൽ വരച്ചിട്ട് ചുണ്ടും കണ്ണൊന്നും ശരിയായില്ല, അത് വേറെ കാര്യം. എടി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നിന്റെ വോയിസ് ഇപ്പം ബ്രേക്ക് ആണ്. ഇത് എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത് തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ട്. ഇത് 2022 എന്തെങ്കിലും എനിക്ക് ചൈവ് ചെയ്തു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് കഴിക്കാൻ മന്തിയായിരുന്നു, നല്ല ഉഗ്രൻ മന്തി. ചക്കു പോയി വാങ്ങിക്കൊണ്ടുവന്ന മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. എന്ത് മന്തിയായിരുന്നു? പെരി പെരിയോ പെപ്പറോ ഗ്രീൻ പെപ്പർ ആയിരുന്നു തോന്നല്ലേ. പച്ച കുരുമുളക് ഇട്ട മന്തി കഴിച്ചു. ഇനി അവളുടെ പണി കഴിയണം. ബൈ. പലഹാരം കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്ക. ശരി, പാപം വേണോ? ഇതൊന്നും കൊടുക്കാടി. ഇല്ലടി, ഇന്നലെ നിന്ന് മന്തി തിന്ന്, ഉണ്ട തിന്ന്, ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കനും തിന്ന്. പക്ഷെ പിണങ്ങിയിരിക്കുന്ന ഇത് വാശിക്ക് കിടന്നാണ് നിൽക്കുന്നുണ്ട്. എന്ത് പൊന്നെ, എന്ത് പൊന്നെ, തരുന്നില്ല പാവം പൊന്നെ. ഇച്ചിരി കൊടുക്കാടി. തവ സമ്മതിക്കുന്നില്ല. എന്റെ ഷുട്ടുവേ, എന്റെ ഷുട്ടുവേ. സ്കൂളിലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ കൊണ്ടുവന്ന ഫ്രെയിം കൊടുക്കാം. പൊളിക്കുന്നാണ്. ഓ, പൊളിച്ചോ. ഇവനുള്ളത് എന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുക. അറിയില്ല കൂടെ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം കിട്ടിയേ. അതൊക്കെ ഇൻസ്റ്റഗ്രാമുണ്ട്. ആ ഫോട്ടോ എങ്ങനെയുണ്ട്? ഒറിജിനൽ ആയിട്ട് തോന്നില്ല. അല്ല, ഇത് AI-യാ. ഈ ഫോട്ടോ AI-യാ. എന്താ പറ്റിയ കൈക്ക്? സോ ഗൈസ്, ഇതാണ് ഞാൻ കൊടുത്ത ചെറിയ ഗിഫ്റ്റ്. ഇഷ്ടായോ? ഇത് കാണിച്ചു കൊടുക്കട്ടെ. ഇത് ഞങ്ങള് രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട് ChatGPT ഏട്ടായി ഞങ്ങളെ ഒന്നിപ്പിച്ചു തന്നു. ഇഷ്ടായോ? ഇഷ്ടായി. ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്റെ ഒരു ഒറ്റ ഫോട്ടോ ഫ്രെയിം ചെയ്തിൽ ഞാൻ നീയുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരുന്ന എനിക്ക് വിചാരിച്ചത്. ഷോയ്ക്ക് ഇഷ്ടായോ? പൊന്നിന് ഇഷ്ടായോ? ഇഷ്ടായി വാലാട്ടിക്ക്. ഓ, ഇഷ്ടായി. മോളെ നല്ലില്ലേ? എനിക്ക് തിരിച്ചിട്ട് കാണിച്ചു തരാം. Yeah.